ഹായ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇന്ററിലെ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. തൊട്ടടുത്ത് അതിന്റെ കണ്ടിന്യൂഷനിൽ വരുന്ന ജോയിന്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോയിന്റ് കോസ്റ്റ്. ഓക്കെ, ജോയിന്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആകുന്നത് രണ്ട് പ്രോഡക്ട്സിനാണ്. ജോയിന്റ് പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ്. ജോയിന്റ് പ്രോഡക്റ്റ് എന്നും ബൈ പ്രോഡക്റ്റ് എന്നും പറയുന്ന രണ്ട് ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് പ്രോഡക്ട്സിനാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഈ കോസ്റ്റിംഗിനകത്തുള്ള ജോയിന്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. അതിന്റെ കോസ്റ്റ് ഡിറ്റർമിനേഷനും അതിന്റെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിനേഷനും അതിന്റെ സെപ്പറേഷൻ കോസ്റ്റ്, ജോയിന്റ് കോസ്റ്റ്, ഇങ്ങനെ കുറച്ച് ടേംസും കുറച്ച് ടെക്നിക്ക്, ചെറിയൊരു കൺസെപ്റ്റ് ഇതിനകത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിനകത്തുള്ള ഓരോ പോയിന്റിലും ഉള്ള കോസ്റ്റിന് ഓരോ പേരുകളുണ്ട്. ആ പേര് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ജോയിന്റ് കോസ്റ്റ്, യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് സെപ്പറേഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ടേംസിൽ വരും. അപ്പൊ ഈ ടൈപ്പ് പ്രോഡക്ട്സിന് മാത്രമേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുള്ളൂ. അപ്പൊ എന്താണ് ബൈ പ്രോഡക്റ്റ്, എന്താണ് ജോയിന്റ് പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ജോയിന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോ പ്രോഡക്റ്റ് നമുക്ക് പറയാം. ജോയിന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയും നമ്മൾ സെയിം മെറ്റീരിയൽ, സെയിം ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ് ആണ് ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സിന് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റും കൂടെ ഒരുമിച്ചാണ് ഞാൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് മുതൽ വേറൊരു പോയിന്റ് വരെയും ഈ എക്സും വൈയും എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സെയിം മെറ്റീരിയൽ, സെയിം ലേബർ, ഓവർഹെഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സിനെയും വൈനെയും നമുക്ക് ജോയിന്റ് പ്രോഡക്ട്സ് എന്ന് പറയാം. ഒന്നുകിൽ ജോയിന്റ് പ്രോഡക്ട്സ് എന്ന് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ കോ പ്രോഡക്ട്സ് എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് ആയ റോ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എല്ലാം സെയിം ആണ്. അപ്പൊ നമുക്ക് അതിനെ ഒന്നുകിൽ ജോയിന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോ പ്രോഡക്റ്റ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് കൺസെപ്റ്റ് ആയ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയും ഈ പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ വേസ്റ്റേജോ മറ്റു കാര്യങ്ങളോ ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്തിട്ട് എഗെയിൻ ബൈ പ്രോസസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെയാണ് ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഞാൻ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്തു. ദെൻ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച മെറ്റീരിയലിന്റെ വേസ്റ്റ് മെറ്റീരിയൽ എടുത്തിട്ടാണ് ഞാൻ വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് നമുക്ക് എന്തെന്ന് പറയാം, ബൈ പ്രോഡക്റ്റ് ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, എക്സിന്റെ ബൈ പ്രോഡക്റ്റ് ആണെന്ന് പറയാം. അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽ എടുത്തിട്ട് വീണ്ടും അഗൈൻ ബൈ പ്രോസസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വൈ എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്തത്. ദെൻ ഇങ്ങനെയുള്ള കുറെ പ്രോഡക്ട്സിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതിന് ഭയങ്കര സിമ്പിൾ ആണ്. ഞാനൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ആ പിക്ചർ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്തിട്ട് ഏതൊക്കെ പോയിന്റിലാണ് ഏതൊക്കെ കോസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഞാൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ പോയിന്റ്. ദെൻ ഈ പോയിന്റ് മുതൽ വേറൊരു പോയിന്റ് വരെ പ്രൊഡക്ഷൻ കോസ്റ്റും കൊടുക്കുന്ന മെറ്റീരിയലും ലേബറും എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഞാനിവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എക്സും വൈയും എന്ന് പറയുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് പ്രോഡക്റ്റ് എനിക്ക് ഉണ്ടാക്കണം. പക്ഷെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സെയിം മെറ്റീരിയൽ, സെയിം ലേബർ, സെയിം ഓവർഹെഡ് കോസ്റ്റ് ആണ് ഇൻക്ലൂഡ് ആയത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ എക്സിനും വൈക്കും വേണ്ടിയിട്ട് ഒരേ മെറ്റീരിയൽ, ഒരേ ലേബർ, ഒരേ ഓവർഹെഡ് എനിക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ.
ദെൻ പക്ഷെ എക്സും വൈ എന്ന് പറയുന്നത് രണ്ട് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഫർദർ പ്രോസസ് ചെയ്തിട്ട് ഞാൻ ഈ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെയും വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെയും ജനറേറ്റ് ചെയ്യും. എക്സ് വൈ. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഞാൻ കൊടുക്കുന്ന മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് എന്ന് പറയുന്നത് റിമെയിൻ സെയിം ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് പക്ക എക്സ് എന്ന് പറയുന്ന രൂപത്തിൽ കൊണ്ടെത്തിക്കാനും വൈ എന്ന് പറയുന്ന രൂപത്തിലോട്ട് കൊണ്ടെത്തിക്കാനും ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് എല്ലാം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എന്തായിരിക്കും വ്യത്യാസമായിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫറെന്റ് ലേബർ കോസ്റ്റ് ആയിരിക്കും. ഓവർഹെഡ് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം എന്നാൽ മാത്രമേ വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ആ രൂപത്തിൽ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. എക്സ് എന്ന് പറയുന്ന ആ രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പിക്ചോറിയൽ റെപ്രസെന്റേഷനകത്ത് ഓരോ പോസ്റ്റും ഓരോ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയും പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് എല്ലാം സെയിം ആണ്. അങ്ങനെ ഈ ഒരു പോയിന്റ് വരെ നമുക്ക് എന്താണ് സെയിം പ്രോസസ് ആണ് നടക്കുന്നത്. ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എക്സിനും വൈനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ലേബർ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ പോയിന്റിന് നമുക്ക് രണ്ട് പേര് വിളിക്കാം. ഒന്ന് സെപ്പറേഷൻ പോയിന്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സെപ്പറേഷൻ പോയിന്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ചെന്നെത്തി ഈ പോയിന്റ് കഴിഞ്ഞാൽ വേറെ സ്പ്ലിറ്റഡ് ആണ്. എക്സും വൈയും രണ്ട് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ പോയിന്റിന് നമുക്ക് സെപ്പറേഷൻ പോയിന്റ് അല്ലാന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഈ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള കോസ്റ്റിനെ നമുക്ക് ജോയിന്റ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ. ജോയിന്റ് കോസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ ഇതുവരെയുള്ള പോയിന്റിനെയാണ് നമുക്ക് എന്തെന്ന് പറയാവുന്നത്? ജോയിന്റ് കോസ്റ്റ് എന്ന് പറയാവുന്നത്. ഇതുവരെ എക്സിനും വൈനുള്ള കോസ്റ്റ് ജോയിന്റഡ് ആണ്, സെയിം കോസ്റ്റ് ആണ്. ദെൻ ഈ ഒരു പോയിന്റ് മുതൽ ഇത്രയും ദൂരത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഒരു പോയിന്റ്, അതായത് സെപ്പറേഷൻ പോയിന്റ് മുതൽ പ്രോഡക്റ്റ് വൈയുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള കോസ്റ്റിനെ, ഈ ഒരു അഡീഷണൽ കോസ്റ്റിന് നമുക്ക് സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയാം. സെപ്പറേഷൻ കോസ്റ്റ് ഓർ അഡീഷണൽ കോസ്റ്റ് ഓർ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് മുതൽ ഇതുവരെയുള്ളത് ജോയിന്റ്. ഈ ജോയിന്റ് കോസ്റ്റിന്റെ പോയിന്റ് ആയ സെയിൽസ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് മുതൽ വൈന്റെ പോയിന്റ് വരെ ഉള്ളത് സെപ്പറേഷൻ കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് ഞാൻ എഴുതി. അപ്പൊ ഇവിടെ തുടങ്ങി ഇതുവരെയുള്ള കോസ്റ്റിന്റെ ടോട്ടൽ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് വൈ എന്ന് പറയാം. വൈയുടെ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ നമുക്ക് ഈ പോയിന്റ് വരെ എത്തി പ്ലസ് ഈ സെപ്പറേഷൻ കോസ്റ്റ് ഓഫ് വൈ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് വൈ എന്ന് പറയുന്നത്. ദെൻ ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് വൈന്റെ കൂട്ടത്തിൽ പ്ലസ് നമ്മൾ ആഡ് ചെയ്യുന്നു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, then again plus selling cost equal to total cost. ഓക്കെ. ഈ ടോട്ടൽ കോസ്റ്റിന്റെ കൂട്ടത്തിൽ അഗെയിൻ ഞാൻ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? സെയിൽസ് കിട്ടുന്നത്. ഇതാണ് നമുക്ക് ചെന്നെത്തേണ്ട ഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ പോയിന്റിനെ പറയുന്ന പേര് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ഇതുവരെയുള്ള കോസ്റ്റിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ഈ പോയിന്റിലെ കോസ്റ്റിനെ പറയുന്ന പേര് ജോയിന്റ് കോസ്റ്റ്. എഗെയിൻ ഇവിടെ നിന്ന് മുതൽ ഈ വൈന്റെ പോയിന്റ് വരെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു അഡീഷണൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്കുണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ കോസ്റ്റ്. ഈ പോയിന്റ് മുതൽ തുടങ്ങി വൈന്റെ പോയിന്റ് ലാസ്റ്റ് വരെ നമ്മൾ എത്തുമ്പോൾ ഉള്ള കോസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഈ ജോയിന്റ് കോസ്റ്റ് ഓഫ് വൈ പ്ലസ് സെപ്പറേഷൻ കോസ്റ്റ് ഓഫ് വൈ ആഡ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് വൈ കിട്ടും, പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും. ഓക്കെ. മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് വൈ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയാം. പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് വൈ പ്ലസ് അഡീഷണൽ എക്സ്പെൻസസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. സെല്ലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസസ് എല്ലാം ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക.
അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ ടോട്ടൽ കോസ്റ്റിന്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിൽസ് കിട്ടുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് ചിലപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിരിക്കും, സെയിൽസ് തന്നിട്ടുണ്ടായിരിക്കും. സെയിൽസ് തന്നിട്ടുള്ളപ്പോൾ സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കാൻ പറ്റും. പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് നിന്ന് സെല്ലിംഗ് കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നാൽ സെല്ലിംഗ് കോസ്റ്റ് കുറയ്ക്കുക. സെല്ലിംഗ് കോസ്റ്റ് കുറച്ചതിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാനുഫാക്ചറിങ് കോസ്റ്റ് കിട്ടും. ഓക്കെ, യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ചിലപ്പോൾ സെയിൽസ് ആയിരിക്കും. സെയിൽസ് ആണെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത്. സെയിൽസ് ഈ പറഞ്ഞ പ്രോഫിറ്റും സെല്ലിംഗ് കോസ്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എല്ലാം കുറയ്ക്കുമ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാനുഫാക്ചറിങ് കോസ്റ്റ് കിട്ടും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ജോയിന്റ് കോസ്റ്റ് ഓഫ് ബൈയും സെപ്പറേഷൻ എക്സ്പെൻസസ് കൂടെ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ബൈ കിട്ടും. ഓക്കെ, ദെൻ നമുക്കിനി ചിലപ്പോൾ ചോദിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ല ടോട്ടൽ കോസ്റ്റ്. ചിലപ്പോൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് ഈ പോയിന്റ് മുതൽ തുടങ്ങി വൈ വരെയുള്ള പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇതുവരെയുള്ള പോയിന്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. ചില പ്രോബ്ലംസിൽ മാനുഫാക്ചറിങ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റ് സെയിം ആയിരിക്കും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസോ സെല്ലിംഗ് എക്സ്പെൻസസോ കാര്യങ്ങളോ ഒന്നും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒന്നുമില്ല. അപ്പൊ ഈ പറയുന്ന മാനുഫാക്ചറിങ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റ് സെയിം ആയിരിക്കും. ഈ രണ്ട് സംഗതി അവിടെ കാണത്തില്ല. ഓക്കെ, ദെൻ അത്രേ ഉള്ളൂ. പിന്നെ ഈ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വരും. പ്രോഫിറ്റ് എന്ത് ചെയ്യാം? പിന്നെ ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് സെയിൽസ് നടത്താൻ പറ്റും. അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് സെയിൽസ് നടക്കാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയും. സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ടുള്ള സെയിൽസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നതും സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ആണ്. നമ്മൾ ഓർത്ത് വയ്ക്കുക. അത് പ്രോബ്ലത്തിൽ അത് നെറ്റ് റിയലൈസബിൾ വാല്യൂവിന്റെ ബേസിൽ ജോയിന്റ് കോസ്റ്റിന് അപ്പോഷൻ ചെയ്യാനൊക്കെ വരും. ഇവിടെ വരെയുള്ള ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സിനും വൈനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എക്സിന്റെ വൈന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് ഇവിടുത്തെ ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സിന് എത്ര വൈന് എത്ര അപ്പോഷൻ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ഈ ജോയിന്റ് കോസ്റ്റ് നെറ്റ് റിയലൈസബിൾ വാല്യൂവിന്റെ ബേസിലായിരിക്കും നമുക്ക് അപ്പോഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഓർത്ത് വെക്കുക. സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലുള്ളതാണ്. അഡീഷണൽ എക്സ്പെൻസസ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. അതിപ്പോൾ ഇത്രയും പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ളതാണ്. ഇതാണ് ഈ ജോയിന്റ് കോസ്റ്റിന്റെ നോർമലി ഉള്ള ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. ഈ സംഗതി ഇതിനകത്ത് ഓരോ പോയിന്റിൽ എന്തൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കൃത്യമായി ബൈഹാർട്ട് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് പോലെ മൈൻഡിൽ ഓർത്ത് വെച്ചിരുന്നാൽ ഏത് പ്രോബ്ലവും സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എൻഡ് ചെയ്യാം വിത്ത് കറക്റ്റ് ആൻസർ. റൈറ്റ് ആൻസർ കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ജോയിന്റ് കോസ്റ്റ് പലർക്കും പല രീതിയിൽ കൺസെപ്റ്റിനെ തെറ്റായിട്ട് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാര്യം സിമ്പിൾ ആണ്, വെൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, ഇത്രയും സാധനം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് മുതൽ ഇതുവരെയുള്ള പോയിന്റ് ആണ് നമ്മുടെ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് സെല്ലിംഗ് എക്സ്പെൻസസ് കൂട്ടുമ്പോൾ ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് ആയി. ഇത് മുതൽ ഇതുവരെയുള്ള പോയിന്റ് വരെ ഈ പോയിന്റിനെ പറയുന്ന പേര് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്നാണ്. ഞാൻ ഇവിടെ എഴുതി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ പോയിന്റ് എന്ന് പറയും. ഇവിടെയുള്ള സെയിൽസിനാണ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള കോസ്റ്റിനാണ്, ഈ പോയിന്റ് വരെയുള്ള കോസ്റ്റിനാണ് ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഡീഷണലി ഈ ഒരു ജോയിന്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് മുതൽ വൈന്റെ ടോട്ടൽ പോയിന്റ് വരെയുള്ള ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു അഡീഷണൽ ഏരിയയിൽ വരുന്ന കോസ്റ്റ് ആണ് സെപ്പറേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിന്റെ ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. നമ്മുടെ മെറ്റീരിയലിൽ ഇലിസ്ട്രേഷൻ നമ്പർ 34 ആണ്. പഴയ മെറ്റീരിയലും പുതിയ മെറ്റീരിയലും എല്ലാം ഇലിസ്ട്രേഷൻ നമ്പർ 34 തന്നെയാണ്. ചാപ്റ്റർ 5 അപ്ഡേറ്റഡ് മെറ്റീരിയൽ പേജ് നമ്പർ 370. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്നത് XYZ മാനുഫാക്ചേഴ്സ് പ്രോഡക്റ്റ് എ, XY ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് പ്രോഡക്റ്റ് എ. പ്രോഡക്റ്റ് എ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് XY ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. വിച്ച് yield 2 ബൈ പ്രോഡക്ട്സ്. അവർക്ക് 2 ബൈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. XY ലിമിറ്റഡ് പ്രോഡക്റ്റ് എ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷനിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബിയും സിയും എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആക്ച്വൽ ജോയിന്റ് എക്സ്പെൻസസ് ഓഫ് ദ മാനുഫാക്ചറിങ് ഫോർ എ പീരീഡ് വേർ 8,200. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളൊരു പ്രോബ്ലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാര്യം ഈ പോയിന്റിനകത്ത് എവിടെയൊക്കെയാണ് ആ കോസ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള കോസ്റ്റിനാണ് നമുക്ക് ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ് 8,200 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ദെൻ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്
പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ തന്നിട്ടുണ്ട്. പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത് 33.33% ആണ്. സെയിൽസിന്റെ 33.33% ആണ് പ്രോഡക്റ്റ് എക്ക്. സെയിൽസിന്റെ 25% ആണ് പ്രോഡക്റ്റ് ബിക്ക്. ദെൻ സെയിൽസിന്റെ 15% ആണ് പ്രോഡക്റ്റ് സിക്ക്. സീക്വൻസ് എക്സ്പെൻസസ് ആർ ആസ് ഫോളോസ്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ്, സെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോർഷൻ ദ ജോയിന്റ് കോസ്റ്റ്. ജോയിന്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എക്കും ബിക്കും സിക്കുള്ള ജോയിന്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. ജോയിന്റ് കോസ്റ്റ് 8200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എക്കും ബിക്കും സിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് ആണ് 8200. ഇതിൽ എക്ക് എത്ര, ബിക്ക് എത്ര, സിക്ക് എത്ര, ഇവരുടെ മൂന്നുപേരുടെ ഷെയർ എത്ര എന്നാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് apportionment of joint cost. Then ഒരു പർട്ടിക്കുലേഴ്സ് കോളം, 3 പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് 3 പ്രോഡക്റ്റിന് ഓരോ കോളം പ്ലസ് ഒരു ടോട്ടൽ കോളം. പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി, പ്രോഡക്റ്റ് സി, ടോട്ടൽ കോളം. പർട്ടിക്കുലേഴ്സ്. Then ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് നമുക്കറിയാം. സെയിൽസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഇതുവരെയുള്ള ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റും അതിന്റെ കൂട്ടത്തിൽ പ്രോഫിറ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിൽസ് കിട്ടുന്നത്. അപ്പൊ ഇവിടെയുള്ള സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് സെപ്പറേഷൻ എക്സ്പെൻസസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജോയിന്റ് കോസ്റ്റ് കിട്ടും. അതാണ് ബാക്ക് ഫ്ലോ. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുക, അപ്പൊ ടോട്ടൽ കോസ്റ്റ് ആയി. ടോട്ടൽ കോസ്റ്റ് നിന്ന് ഇത്രയും പോയിന്റിലെ സെപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുക. സെപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ജോയിന്റ് കോസ്റ്റ് കിട്ടും. അതാണ് നമ്മുടെ ഒരു ബാക്ക് കാൽക്കുലേഷൻ സ്റ്റെപ്പ് പോവുക. അപ്പൊ നമുക്ക് സെയിൽസ് എഴുതുന്നു. സെയിൽസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6000, 4000, 2500. അങ്ങനെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 12500 വരും. ദെൻ അതിൽ നമുക്ക് പ്രോഫിറ്റ് കുറയ്ക്കണം. പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രോഡക്റ്റ് എക്ക് എന്ന് പറയുമ്പോൾ 33.33% ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് ഇവിടെ 6000 ഉണ്ട്. 6000 33.33% ആണ്. ദാറ്റ് ഈസ് 2000 rupees ആണ് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് കേസിൽ 25% ഓഫ് സെയിൽസ് ആണ്. ഇവിടെ സെയിൽസ് 4 lakh ഉണ്ട്. 4 lakhന്റെ 25% എടുക്കുമ്പോൾ 1000 rupees ആണ് അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അഗൈൻ തൊട്ടടുത്ത് 2500 ആണ് അവിടുത്തെ സെയിൽസ് എന്ന് പറയുന്നത്. അതിന്റെ 15% എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോ ഇത്രയായി. ടോട്ടൽ കോളത്തിൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എഴുതാം. 2000 plus 1000 plus 375, that is 3375. നമുക്ക് എന്താ സംഗതി, ഇവിടെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് സെയിൽസ് ഇവിടെ തന്നേക്കുന്നത്. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കാൻ നമുക്ക് കോസ്റ്റ് ആയി. നോർമലി സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് എന്നാണ്. അപ്പൊ സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്തുകൂടെ പറയാം. ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ്, വേറെ കോസ്റ്റും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കോസ്റ്റ് കിട്ടും. 6000 minus 200, that is 4000. Then 4000 minus 100, that is 3000. 2500 minus 375, that is 2125. Then again the total വരുമ്പോൾ നമുക്ക് 9125. Okay. Then separation expenses അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെപ്പറേഷൻ എക്സ്പെൻസസ് ആണ് അവിടെ. സബ്സീക്വന്റ് എക്സ്പെൻസസ് ആർ ആസ് ഫോളോസും തന്നിട്ടുണ്ട്. ആ സബ്സീക്വന്റ് എക്സ്പെൻസസ് ആണ് ഇവിടുത്തെ സെപ്പറേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. Then നമുക്ക് okay, separation expenses. Separation expenses on material 100, 75, 25, total 200. Okay. Then second separation expense labor. Subsequent expenses എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സബ്സീക്വന്റ് എക്സ്പെൻസ് തന്നെയാണ് ഇവിടുത്തെ സെപ്പറേറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. Then direct labor എന്ന് പറയുന്നത് 200, 125, 50. ടോട്ടൽ എന്ന് പറയുന്നത് 375.
then third overhead എന്ന് പറയുന്നത് 150, 125, then 75. Okay, then 200, 350. 350 ആണ്. അപ്പൊ ഈ ടോട്ടൽ കോസ്റ്റിൽ നിന്നും സെപ്പറേഷൻ എക്സ്പെൻസസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ജോയിന്റ് കോസ്റ്റ് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് കുറയ്ക്കാം. ടോട്ടൽ കോസ്റ്റിൽ നിന്നും ഓരോ സെപ്പറേഷൻ എക്സ്പെൻസസും നമ്മൾ ലെസ് ചെയ്ത് കളയാം. ഓക്കെ, then ഇവിടെ 4000 minus 100 minus 200 minus 150, that is 450 rupees കുറയ്ക്കണം. 450 rupees കുറയ്ക്കുമ്പോൾ നമുക്ക് ഷെയർ ഓഫ് ജോയിന്റ് എക്സ്പെൻസസ് കിട്ടും. 400 minus 450 എന്ന് പറയുന്നത് 3550. ഓക്കെ, 3000 നിന്ന് നമുക്ക് 75, 125, 125 കുറയ്ക്കണം. അതായത് 325 കുറയ്ക്കണം. 325 കുറയ്ക്കുമ്പോൾ നമുക്ക് 2675 കിട്ടും. ദെൻ 2125 നിന്ന് നമുക്ക് 150, 25, 175 കുറയ്ക്കണം. 75 കുറയ്ക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 150 കുറയ്ക്കുമ്പോൾ നമുക്ക് 1975 എന്ന് കിട്ടും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഷെയർ ഓഫ് ജോയിന്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും 8200 കിട്ടും. 8200, 9125, 200, 375, 350 കുറയ്ക്കുമ്പോൾ നമുക്ക് 8200 തന്നെ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ടോട്ടൽ ജോയിന്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 8200 ആണ്. കൃത്യമായിട്ടും അതിന്റെ ഷെയർ ഓഫ് ജോയിന്റ് എക്സ്പെൻസസ് നമ്മൾ കണ്ടുപിടിച്ചതിന്റെ ടോട്ടലും 8200 ആണ്. അപ്പൊ നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഈ ജോയിന്റ് പോയിന്റിലുള്ള ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് 8200 തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ പ്രോഡക്റ്റിന്റെയും സെപ്പറേഷൻ എക്സ്പെൻസ് കുറച്ച് ലെസ് ചെയ്ത് നമുക്ക് ഓരോ എക്കുള്ള ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് എത്ര, ബിക്കുള്ള ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് എത്ര, സിക്കുള്ള ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് എത്ര സെപ്പറേറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8200 കിട്ടുന്നതാണ് ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ജോയിന്റ് കോസ്റ്റിംഗ് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നമ്മുടെ കയ്യിൽ വേണം. ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് തെറ്റാതെ കിട്ടും. ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ പോയി. ആ സ്റ്റെപ്പ് മുതൽ ആൻസർ പോയി, സ്റ്റെപ്പ് മാർക്കും കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും.